എ പ്ലസ് ബി ബി ഗേവ് സി സി പ്ലസ് ഡി ഡി. ഞാൻ ഈ പറഞ്ഞതില്ലാത്ത ഇക്വിലിബ്രിയം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. സോ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അതിനെങ്ങനെയാണ് KC കണ്ടുപിടിക്കുക എന്നതാണ്. ആരും ഈ ഒരു KC കുറേ ബ്രാക്കറ്റും അതിൻ്റെ മുകളിൽ വേറെ എന്തൊക്കെയും കണ്ട് പേടിക്കേണ്ട. നമുക്ക് ഫസ്റ്റ് ABCD പഠിക്കാം. ഇത് ശരിക്കും ABCD ഒന്നും അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണിത്? ഇതെന്ന് പറഞ്ഞാൽ കുറേ കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കെമിക്കൽ ഇക്വേഷൻ്റെയും ഒരു ബേസിക് ഫോർമാറ്റ് ഇല്ലേ, അതാണിത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് വാട്ടർ ഉണ്ടാകുന്നത്? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് H2O അല്ലെങ്കിൽ വെള്ളം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറച്ച് റിയാക്റ്റൻ്റ് ഉണ്ടാവും, അത് കൂടി ചേർന്ന് പ്രൊഡക്റ്റ് ആവും, അത്രയേ ഉള്ളൂ. സോ ഇവിടെ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും ബിയും എന്താ, റിയാക്റ്റൻസാണ്. അത് കൂടി ചേർന്നുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ സിയും ഡിയും. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ ABCDയോ, ഈ സ്മോൾ ലെറ്റർ ABCD എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ അതിൽ ഓരോ മോളിക്യൂൾസിൻ്റെയും മുമ്പിൽ കുറച്ച് സംഖ്യ ഉണ്ടാവും. അതാണ് ഈ ഒരു ABC, സ്മോൾ ലെറ്റർ ABC എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ വാട്ടർ ഉണ്ടാകുന്ന ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഈ 2H2 + O2 gives 2H2O ൽ ഈ ഒരു 2 ഇല്ലേ, ഈ 2 ആണ് എന്ത്, ഇവിടുത്തെ ഈ ഒരു സ്മോൾ ലെറ്റർ A. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഓക്സിജൻ്റെ അളവ് 1 ആണ്, അതാണ് ഈ സ്മോൾ ലെറ്റർ B. അങ്ങനെ അതായത് ഓരോ മോളിക്യൂൾസിൻ്റെ മുമ്പുള്ള സംഖ്യ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെയുള്ള ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് അല്ലേ, അതാണ് ഇവിടെയുള്ള ക്യാപിറ്റൽ ലെറ്റർ A. ഇവിടെ അതിന് മുമ്പുള്ള നമ്പറാണ് എന്ത്, 2, അതാണ് ഈ ഒരു സ്മോൾ ലെറ്റർ A. അതുപോലെ തന്നെയാണ് എല്ലതും. മനസ്സിലായോ? സോ ബേസിക്കലി ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കെമിക്കൽ റിയാക്ഷൻ്റെയും ജനറൽ ഫോമാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് എന്താ, റിയാക്റ്റൻ്റ് ആണ്. അതിന് മുമ്പുള്ള നമ്പറാണ് എയും, സ്മോൾ ലെറ്റർ എയും ബിയും. ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ CD എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അതിന് മുമ്പുള്ള നമ്പറാണ് ഈ ഒരു സ്മോൾ ലെറ്റർ Dയും Cയും. ഇനി നമുക്ക് KC എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ KC എന്ന് പറഞ്ഞാൽ ആ ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിലെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോൺസെൻട്രേഷനെ എപ്പോഴും ബ്രാക്കറ്റിലാണ് എഴുതുക. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ സിയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, C എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സീനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കും, കോൺസെൻട്രേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സീൻ്റെ മുമ്പിലുള്ള സംഖ്യയല്ലേ, അത് ഒരു പവർ രൂപത്തിൽ എഴുതും. അതിനുശേഷം പ്രൊഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡിവൈഡ് ബൈ റിയാക്റ്റിൻ്റും അതേ സ്റ്റെപ്പിലല്ലേ, അതേ ഫോർമാറ്റിൽ തന്നെ എഴുതാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ KC എഴുതി നോക്കാം. KC എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു ഓരോ എലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് നോക്കണം. ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്, ഇതും ഗ്യാസാണ്. ഗ്യാസ് ആണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ എഴുതണം. ഇനി ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ എഴുതണ്ട, സോളിഡ് ആണെങ്കിലും നമ്മൾ എഴുതണ്ട. പക്ഷെ അത് AQ എന്ന് ബ്രാക്കറ്റിലാണെങ്കിലോ അക്വസ് സൊല്യൂഷൻ എന്നാണ് ബ്രാക്കറ്റെങ്കിൽ നമ്മൾ എഴുതണം. സോ നമ്മൾ കോൺസെൻട്രേഷൻ എഴുതുമ്പം അത് ഗ്യാസ് ആവുമ്പോഴും അക്വസ് സൊല്യൂഷൻ ആവുമ്പോൾ മാത്രം എഴുതിയാൽ മതി, സോളിഡും ലിക്വിഡും ആവുമ്പോൾ എഴുതണ്ട. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ആദ്യം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എഴുതണം. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ, അത് ഡിവൈഡ് ബൈ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ KC ഫസ്റ്റ് എന്താ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ പ്രൊഡക്റ്റ് ആരാ, NH3 ആണ്. അപ്പം NH3 ഞാൻ പറഞ്ഞു നമ്മൾ കോൺസെൻട്രേഷനെ ബ്രാക്കറ്റ് ഇട്ടാണ് കാണിക്കുക. അപ്പോൾ NH3. ഇനി എത്ര NH3 ഉണ്ട്, 2 NH3 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പവർ ആയിട്ടിടും. ഇനി റിയാക്റ്റൻറ്റ് എന്ന് പറയുമ്പം നൈട്രജനും ഹൈഡ്രജനും. സോ നമ്മൾ ഫസ്റ്റ് നൈട്രജൻ ഇതാണ്, ഡിവൈഡ് ബൈ നൈട്രജൻ. എത്ര നൈട്രജനാ, 1. അപ്പം N2 1 ആയതുകൊണ്ട് നമ്മൾ പവർ എഴുതുന്നില്ല. അതിനുശേഷം എത്ര ഹൈഡ്രജനാ, 3 എണ്ണം. അപ്പം നമ്മൾ H2നെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രാക്കറ്റിനുള്ളിൽ കൊണ്ടുപോയിടാണ്. അതിൻ്റെ ശേഷം അത് എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ പവറായിട്ട് 3 ഇടും. സോ ഇങ്ങനെയാണ് KC എഴുതുക. ഇതാണ് അടുത്ത കെമിക്കൽ ഇക്വേഷൻ.
ഈ ഇക്വേഷനാണ് അധികം എക്സാമിന് തരിക, ഇതേപോലത്തെ ഇക്വേഷൻ. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ എണ്ണാക്കാൻ അറിയാം, നിങ്ങളൊരു ഇക്വേഷൻ കണ്ടാൽ ഫസ്റ്റ് മൊത്തമായിട്ട് പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റിൻ്റെയും കൊണ്ട് എഴുതും, അതിൻ്റെ സ്റ്റേറ്റ് ഒന്നും നോക്കാതെ എന്ന്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്യാസും അക്വ സൊല്യൂഷനും ആണെങ്കിൽ മാത്രം കോൺസെൻട്രേഷൻ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് KC എഴുതി വെക്കാം. സോ ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് നോക്കണം. ഇവിടെ പ്രൊഡക്റ്റിൽ ആരാളുടെ വെള്ളവും ഉണ്ട്, പിന്നെ AgNO3 ഉണ്ട്. ഇവിടെ വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡാണ്, അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു AgNO3 എന്ന് പറയുന്നത് അക്വ സൊല്യൂഷനാണ്, അപ്പോൾ എഴുതണം. അക്വ സൊല്യൂഷനും ഗ്യാസും വന്നാൽ മാത്രം കോൺസെൻട്രേഷൻ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം. എത്ര AgNO3 ഉണ്ട്? 2 എണ്ണം. അപ്പോൾ നമ്മൾ 2 എന്നത് പവറായിട്ട് കൊടുക്കണം. ഇനി റിയാക്റ്റൻ്റ് സൈഡിൽ അക്വ സൊല്യൂഷനായിട്ട് HNO3 ഉണ്ട്, പിന്നെ സോളിഡായിട്ട് Ag2O ഉണ്ട്. അപ്പോൾ നമ്മൾ സോളിഡ് എഴുതേണ്ട ആവശ്യമില്ല, അപ്പോൾ നമ്മൾ ഈ ഒരു HNO3 മാത്രം എഴുതിയാൽ മതി. HNO3 എത്രയാണ്? 2 എണ്ണം. സോ ഇങ്ങനെയാണ് KC വരിക. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും കോൺസെൻട്രേഷൻ എഴുതാൻ പോകരുത്. അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടൂല, അധിക ടീച്ചറും തരില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ KC ആയിട്ട് പറയാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് എഴുതേണ്ടത്, അതിനുശേഷമാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഡിവൈഡ് ആക്കി എഴുതേണ്ടത്. ആൻഡ് ഈ ഒരു ലിക്വിഡും സോളിഡും വരുമ്പം എഴുതരുത്, ഗ്യാസും അക്വ സൊല്യൂഷനെ വരുമ്പോൾ മാത്രം കോൺസെൻട്രേഷൻ എഴുതിയാൽ മതി. അത്രയ്ക്കുള്ളൂ ആലോചിക്കാൻ, ഓർമ്മിക്കാൻ. സോ ദാറ്റ് ഇസ് ഓൾ. താങ്ക് ഫോർ വാച്ചിങ്.